ഇതല്ല. ഈ ഫാത്തിഹ ആദ്യം മുതൽ അവസാനം വരെ ഓതിയാൽ ഇത് നമ്മൾ പടച്ചവനോട് പറയണതാണോ പടച്ചവൻ നമ്മളോട് പറയണതാണോ എന്ന് ചോദിച്ചു. പടച്ചവൻ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ എല്ലാത്തിലും കുൽ. ഇപ്പൊ നിങ്ങൾ കുൽ നബിയെ നിങ്ങൾ പറയുക പറഞ്ഞിട്ട് എന്തും പറയും. ഇതിനങ്ങനെ എവിടെയും ഇതിനൊരു ആമുഖമില്ല. അങ്ങനെ സൂറത്തുൽ ബഖറയുടെ അവസാന വചനമായ റബ്ബനാ ലാ തുആഖിദ്നാ, ഞങ്ങളുടെ നാഥ ഞങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ഞങ്ങളെ നീ പിടികൂടരുത്, ഇവിടെയും ഉൽ തഖദീറാണ്. അതുപോലെ തന്നെ 180 അതേ അധ്യായത്തിൽ 186 വചനം, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അവർക്ക് അരികിലെ തന്നെയുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകുകയാണ്. ഇവിടെ ഞാൻ അരികിലുണ്ട് എന്ന് താങ്കൾ പറയുക എന്നല്ല അള്ളാഹു പറഞ്ഞത്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ അള്ളാഹു അടിമകളിലേക്ക് അത്രമേൽ അടുത്തിരിക്കുന്നു എന്ന് കാണിക്കാൻ കൊല്ലം ഒഴിവാക്കി അള്ളാഹു നേരിട്ട് ഉത്തരം നൽകുകയായിരുന്നു. ഇത് തന്നെയാണ് ഫാത്തിഹയിലുള്ളത്. കാരണം ദ്വായുടെയും പ്രാർത്ഥനയുടെയും വിഷയത്തിൽ അള്ളാഹുവിനും ദാസനും ഇടയിൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. അത്രത്തോളം അടുത്താണ് അള്ളാഹു തന്റെ ദാസനുമായി ഉള്ളത്. ഒരു ചെറിയ ഉപമ പറയാം. ഒരു രാജാവിന്റെ സന്നിധിയിലേക്ക് ഒരാൾ പോകുന്നു എന്ന് കരുതുക. അവൻ ചെന്ന ഉടനെ എനിക്കൊരു 1,00,000 രൂപ തരൂ എന്ന് പറയുമോ? ഇല്ല. ആദ്യം അവനെ രാജാവിനെ ആദരിക്കും. അങ്ങ് മഹാനാണ്, അങ്ങ് നീതിമാനാണ്, അങ്ങാണ് ഈ രാജ്യത്തിന്റെ അധിപൻ. അതിനുശേഷം മാത്രമാണ് തന്റെ ആവശ്യം പറയുന്നത്. ഇത് ലോകമെമ്പാടുള്ള മര്യാദയാണ്. ഫാത്തിഹയും അത് തന്നെയാണ്. ആദ്യം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അപേക്ഷയല്ല, മറിച്ച് ആരോടാണ് നാം സംസാരിക്കുന്നത് എന്ന ബോധമാണ്. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതിയും ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അർ റഹ്മാൻ റഹീം, അവൻ അത്യന്തം കരുണയുള്ളവൻ. മാലികി യൗമിദ്ദീൻ, വിധിദിനത്തിന്റെ ഏകാധിപതി. ഇപ്പോൾ മാത്രമാണ് ദാസൻ തന്റെ സ്ഥാനം തിരിച്ചറിയുന്നത്. അപ്പോൾ അവൻ പറയുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ അപേക്ഷ വരുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേർവഴിയിലേക്ക് നയിക്കണമേ. സുഹൃത്തെ, ഇവിടെ അള്ളാഹു വെറും ഒരു ദുആ അല്ല പഠിപ്പിക്കുന്നത്. ഒരു ദാസൻ തന്റെ രക്ഷിതാവിനോട് എങ്ങനെ സംസാരിക്കണം എന്ന അദബാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കൊല്ല ആവശ്യമില്ലാത്തത്. ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പറയുക എന്ന് അള്ളാഹു പറയുന്നില്ല. പകരം ഓരോ നമസ്കാരത്തിനും തന്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ ദാസനോടും എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. സുഹൃത്ത്, അതുകൊണ്ട് മനസ്സിലാക്കുക, ഫാത്തിഹയിൽ അള്ളാഹു കൊല്ലി എന്ന് പറയാത്തത് ഖുർആനിന്റെ കുറവല്ല, മറിച്ച് തന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ഓരോ ദാസനോടുമുള്ള അള്ളാഹുവിന്റെ അപാരമായ സ്നേഹമാണ്. അവിടെ ഇടനിലക്കാരില്ല, ചോദ്യങ്ങളില്ല. അള്ളാഹും ദാസനും മാത്രമുള്ള നേരിട്ടുള്ള സംഭാഷണമാണത്.